ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് മാർവാറി അഥവാ മാർവാടി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജസ്ഥാനിലെ വരണ്ട പ്രദേശമായ മാർവാറിൽ നിന്ന് ഉത്ഭവിച്ച ഇവർ തങ്ങളുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കൊണ്ട് വ്യാപാര രംഗത്ത് വലിയ വിജയം നേടി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ പലതും ഈ സമൂഹത്തിന്റെ കൈകളിലാണ്. എങ്ങനെയാണ് ഒരു കൂട്ടം കച്ചവടക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ രൂപപ്പെടുത്തിയതെന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ്. തുടക്കവും കുടിയേറ്റവും. മാർവാറി എന്ന വാക്കിന് മാർവാറിൽ നിന്നുള്ളവർ എന്നാണ് അർത്ഥം. മാർവാർ എന്നത് ജോധ്പൂർ, ബിക്കാനീർ, ഷെഖാവതി തുടങ്ങിയ രാജസ്ഥാനിലെ പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ കഠിനമായ കാലാവസ്ഥയും കാർഷിക വൃത്തിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമിയും കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ ഉപജീവനത്തിനായി കച്ചവടത്തെ ആശ്രയിക്കാൻ നിർബന്ധിതരായി. മുഗൾ സാമ്രാജ്യത്തിന്റെ പതനവും തുടർന്നു വന്ന രാഷ്ട്രീയ അസ്ഥിരതയും വ്യാപാര പാതകളെ അപകടകരമാക്കി. മറാഠകളും പിണ്ടാരികളും അടക്കമുള്ളവരുടെ ആക്രമണങ്ങൾ വ്യാപാരം ദുഷ്കരമാക്കി. ഇതിനോടൊപ്പം പ്രാദേശിക രാജാക്കന്മാരുടെ അമിതമായ നികുതിയും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിൽ അവർ തങ്ങളുടെ വ്യാപാര സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായ പുതിയ സ്ഥലങ്ങൾ തേടി. 17-ാം നൂറ്റാണ്ടിൽ തന്നെ മാർവാറി വ്യാപാരികൾ കുടിയേറ്റം ആരംഭിച്ചിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കൽക്കട്ട, ബോംബെ തുടങ്ങിയ നഗരങ്ങൾ വളർന്നു വന്നതോടെ ഈ കുടിയേറ്റത്തിന് വേഗം കൂടി. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതും ബ്രിട്ടീഷുകാരുടെ സുസ്ഥിരമായ നിയമവ്യവസ്ഥയും അവർക്ക് വലിയ അവസരങ്ങൾ നൽകി. ആദ്യം ചെറുപ്പക്കാരായ പുരുഷന്മാർ മാത്രമാണ് കുടുംബങ്ങളെ വീട്ടിലാക്കി പുതിയ നഗരങ്ങളിലേക്ക് പോയത്. അവർക്ക് സ്വന്തമായി ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രം കുടുംബങ്ങളെയും ബന്ധുക്കളെയും അവിടേക്ക് കൊണ്ടുവന്നു. കച്ചവടത്തിൽ നിന്ന് ബാങ്കിങ്ങിലേക്ക്. പുതിയ നഗരങ്ങളിൽ എത്തിയ മാർവാറിമാർ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വ്യാപാരത്തിലും പണമിടപാടുകളിലുമായിരുന്നു. അവർ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും മാത്രമല്ല ചെയ്തത്, മറിച്ച് ഹുണ്ടി എന്നറിയപ്പെടുന്ന ഒരുതരം കൈമാറ്റ ബില്ലുകൾ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം കൈമാറുന്ന ഒരു ബാങ്കിംഗ് സംവിധാനം വികസിപ്പിച്ചു. ഇത് ഇന്ത്യയിലുടനീളം തടസ്സങ്ങളില്ലാത്ത ഒരു വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കാൻ അവരെ സഹായിച്ചു. ഹുണ്ടികൾ ഒരു സ്ഥലത്തെ വ്യാപാരിക്ക് മറ്റൊരിടത്തെ വ്യാപാരിയിൽ നിന്ന് കടം വാങ്ങാൻ സഹായിച്ചു. ഇത് മൂലധനത്തിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കി. ഈ ഹുണ്ടി സംവിധാനം മാർവാറി സമൂഹത്തിന്റെ വ്യാപാര വിജയത്തിന്റെ ഒരു പ്രധാന കാരണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണവും ഇന്ത്യയിലുടനീളമുള്ള ഏകീകൃത ഭരണവും ഈ സംവിധാനത്തിന് കൂടുതൽ കരുത്ത് നൽകി. കൂടാതെ അവർ കർഷകർക്ക് പണം കടം നൽകുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പട്ടണങ്ങളിലെ ബ്രിട്ടീഷ് വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യാപനത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി മാറാൻ അവരെ സഹായിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യവും മാർവാറിമാരും. ബ്രിട്ടീഷ് ഭരണകാലത്ത് മാർവാറിമാർ ബ്രിട്ടീഷ് കമ്പനികളുടെ പ്രധാന പങ്കാളികളും ഇടനിലക്കാരുമായി മാറി. മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ, ചണം, പരുത്തി, ധാന്യങ്ങൾ, കറുപ്പ് എന്നിവയുടെ വ്യാപാരത്തിൽ അവർ പ്രധാന പങ്ക് വഹിച്ചു. ഈ പങ്കാളിത്തത്തിലൂടെ അവർ വലിയ അളവിൽ മൂലധനം സ്വരൂപിച്ചു. ഈ സമയത്താണ് GD ബിർള, ജംനാലാൽ ബജാജ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ഈ സഹകരണം ഒരു ഘട്ടത്തിൽ അവസാനിച്ചു. യൂറോപ്യൻ വ്യവസായികളുടെ വംശീയ വിവേചനം മാർവാറിമാരെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് അടുപ്പിച്ചു. ബ്രിട്ടീഷ് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനും മറ്റ് ബിസിനസ് അവസരങ്ങൾക്കും അവർക്ക് തടസ്സങ്ങൾ നേരിട്ടു. ഇത് അവരെ ബ്രിട്ടീഷ് കമ്പനികളുമായി മത്സരിക്കാൻ പ്രേരിപ്പിച്ചു. കൽക്കട്ടയിൽ അവർ ബംഗാളി വ്യാപാരികളെ മറികടന്ന് ബ്രിട്ടീഷ് ബാങ്കുകളുടെ പ്രധാന പങ്കാളികളായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്പത്തിക ശക്തി കുറഞ്ഞപ്പോൾ മാർവാറിമാർ ഒരു പുത്തൻ ഊർജത്തോടെ വ്യവസായ മേഖലയിലേക്ക് പ്രവേശിച്ചു. വ്യാപാരികളിൽ നിന്ന് വ്യവസായികളിലേക്ക്. മാർവാറി സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം കച്ചവടത്തിൽ നിന്ന് വ്യവസായത്തിലേക്കുള്ള മാറ്റമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച പല വ്യവസായങ്ങളിലും മാർവാറിമാർ മുതൽ മുടക്കി. ക്രമേണ അവ സ്വന്തമാക്കി. ചണം, പരുത്തി, തുണിത്തരങ്ങൾ, പഞ്ചസാര, സിമന്റ് തുടങ്ങിയ മേഖലകളിൽ അവർ സ്വന്തം ഫാക്ടറികൾ സ്ഥാപിച്ചു. ഈ മാറ്റത്തിന് സഹായിച്ച ചില പ്രധാന ഘടകങ്ങളുണ്ട്. തലമുറകളായി കച്ചവടത്തിലൂടെയും പണമിടപാടുകളിലൂടെയും അവർ സ്വരൂപിച്ച സമ്പത്ത് വ്യവസായത്തിൽ മുതൽ മുടക്കാൻ അവരെ പ്രാപ്തരാക്കി. ഇന്ത്യയിലുടനീളം അവർക്കുണ്ടായിരുന്ന കുടുംബപരവും വ്യാപാരപരവുമായ ബന്ധങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും സഹായിച്ചു. പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനും വലിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും അവർക്ക് മടിയില്ലായിരുന്നു. അതേസമയം ശ്രദ്ധാപൂർവമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്തു. പല മാർവാറി കുടുംബങ്ങളും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളായി വളർന്നു. മാർവാറി വ്യവസായികളിൽ ഏറ്റവും പ്രമുഖരായവരാണ് ബിർളമാർ. 1857 ശിവ് നാരായൺ ബിർള ഒരു പരുത്തി വ്യാപാരിയായി ബിസിനസ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ചെറുമകനായ GD ബിർളയാണ് ഗ്രൂപ്പിനെ ഒരു വ്യവസായ സാമ്രാജ്യമാക്കി മാറ്റിയത്. ചണം, തുണി, സിമന്റ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നിരവധി ഫാക്ടറികൾ സ്ഥാപിച്ചു.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ GD ബിർള ഒരു പ്രധാന പങ്ക് വഹിച്ചു. മഹാത്മാഗാന്ധിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുത്ത ബന്ധം ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യാനന്തരം ബിർള ഗ്രൂപ്പ്, ഗ്രാസിം, ഹിൻഡാൽകോ, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ വലിയ കമ്പനികളിലൂടെ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകി. 1926 ജംനാലാൽ ബജാജ് സ്ഥാപിച്ച ബജാജ് ഗ്രൂപ്പ് മറ്റൊരു പ്രമുഖ മാർവാറി ബിസിനസ് സ്ഥാപനമാണ്. ജംനാലാൽ ബജാജും ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തെ തന്റെ 5ാമത്തെ മകനായി കണക്കാക്കിയിരുന്നു. വ്യാപാരത്തിൽ നിന്ന് ആരംഭിച്ച ബജാജ് ഗ്രൂപ്പ് പിന്നീട് ഇരുചക്ര വാഹന നിർമ്മാണത്തിൽ ആഗോള ശക്തിയായി വളർന്നു. ബജാജ് ഓട്ടോ, ബജാജ് ഫിൻസർ തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ ഇന്ന് ഈ ഗ്രൂപ്പ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. രാമകൃഷ്ണ ദാൽമിയ, ജയദയാൽ ദാൽമിയ എന്നീ സഹോദരങ്ങൾ സ്ഥാപിച്ച ദാൽമിയ ഗ്രൂപ്പ് സിമന്റ്, പഞ്ചസാര വ്യവസായങ്ങളിൽ വലിയ ശക്തിയായി മാറി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ടാറ്റയ്ക്കും ബിർളയ്ക്കും ശേഷം ഇന്ത്യയിലെ 3ാമത്തെ വലിയ വ്യവസായ ഗ്രൂപ്പായിരുന്നു ഇത്. ഈ കുടുംബങ്ങൾക്ക് പുറമെ ഗോയങ്ക, ജിൻഡാൽ, പിരാമൽ, അഗർവാൾ തുടങ്ങിയ നിരവധി മാർവാറി കുടുംബങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും മാർവാറിമാരും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ പല വ്യവസായങ്ങളും ഏറ്റെടുക്കാൻ മാർവാറി ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞു. അവരുടെ കൈവശമുണ്ടായിരുന്ന വലിയ മൂലധനവും വ്യാവസായിക പരിചയവും ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകി. പുതിയ ഫാക്ടറികൾ സ്ഥാപിച്ചും സാമ്പത്തിക മേഖലയുടെ വളർച്ചയിൽ പങ്കാളികളായും അവർ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് വലിയ സംഭാവനകൾ നൽകി. മാർവാറി ബിസിനസ് ഫിലോസഫി. മാർവാറി സമൂഹത്തിന്റെ വിജയത്തിന് പിന്നിൽ അവരുടെ ചില അടിസ്ഥാനപരമായ മൂല്യങ്ങളും തത്വങ്ങളുമുണ്ട്. കുടുംബമാണ് അവരുടെ ബിസിനസിന്റെ അടിസ്ഥാനം. ഒരുമിച്ചുള്ള പ്രവർത്തനം, പരസ്പര വിശ്വാസം, തലമുറകളായി കൈമാറി വരുന്ന അറിവ് എന്നിവ അവരുടെ വളർച്ചയെ സഹായിച്ചു. ലാഭത്തേക്കാൾ ചെലവ് ചുരുക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഇത് സാമ്പത്തിക അച്ചടക്കം നിലനിർത്താൻ സഹായിച്ചു. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല വളർച്ചയ്ക്ക് അവർ പ്രാധാന്യം നൽകി. ഇത് അവരെ വലിയ അപകട സാധ്യതകളെ നേരിടാൻ പ്രാപ്തരാക്കി. പല മാർവാറി കുടുംബങ്ങളും വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ക്ഷേത്രങ്ങൾ എന്നിവ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകി. ഇത് അവരുടെ ബിസിനസ്സിന് സമൂഹത്തിൽ നല്ല പേര് നേടിക്കൊടുത്തു. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ചരിത്രത്തിൽ മാർവാറി സമൂഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. വരണ്ട ഭൂമിയിലെ കച്ചവടക്കാരിൽ നിന്ന് ആഗോള വ്യവസായ ഭീമന്മാരിലേക്കുള്ള അവരുടെ യാത്ര കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ശക്തമായ ശൃംഖലയുടെയും കഥയാണ് പറയുന്നത്. അവരുടെ വിജയം കേവലം സാമ്പത്തിക നേട്ടങ്ങളിലല്ല, മറിച്ച് ഇന്ത്യയുടെ വളർച്ചയുടെ കഥയിൽ അവരുടെ അനിഷേധ്യമായ സ്ഥാനത്തിലുമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.